ഹലോ ഗായ്സ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ക്രാഫ്റ്റ് വേൾഡാണ്. പിന്നെ നമ്മൾ ഇപ്രാവശ്യം ഒരു ക്രിയേറ്റീവ് സെർവറാണ് തുടങ്ങുന്നത്. ക്രിയേറ്റീവിൽ ഞാൻ എലേറ്ററായിട്ട് പറക്കാൻ പഠിച്ചു. അപ്പോൾ മൊബൈലിൽ എനിക്ക് അറിയത്തില്ല എങ്ങനെ എലേറ്ററായിട്ട് പറക്കണമെന്ന്. അപ്പോൾ ഞാൻ എലേറ്ററായിട്ട് എങ്ങനെ പറക്കണമെന്ന് പഠിച്ചത്. അപ്പോൾ അത് കാരണം ഞാൻ എലേറ്ററായും കുറച്ച് ഫുഡും സാധനങ്ങളും എടുത്ത് നമ്മൾ വില്ലേജിലോട്ട് പോകുന്നുണ്ട്. നമുക്ക് വില്ലേജ് തപ്പി പോകണം. അപ്പോൾ ഇവിടെ അടുത്ത വില്ലേജ്. അപ്പം എനിക്ക് വില്ലേജിൻ്റെ കോർഡിനേറ്റ്സ് ഒക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട്. അത് കാരണം എനിക്ക് ഏത് ദിശയിലോട്ട് പോയാൽ പറ്റുമെന്ന് അറിയാം. നമുക്കൊന്ന് ബെഡ് എടുക്കണം. നമുക്ക് കുറച്ച് സാധനങ്ങളെ എടുക്കുന്നുള്ളൂ. റോക്കറ്റ് കുറേ വേണം. പിന്നെ നമ്മൾ ക്രിയേറ്റീവിലോട്ട് വരിക ഭയങ്കര ചുരുക്കമായി പോവും. ട്രൈഡൻ്റ് എടുത്തേക്കാം. ദൂരെ നിന്ന് എറിയണമെങ്കിൽ രാത്രി മോപ്സൊക്കെ ഉണ്ടാക്കി. നമുക്ക് എന്തായാലും ആർമർ ഫുൾ സെറ്റ് വേണം. ആർമർ ഫുൾ സെറ്റ്, പിന്നെ ഒരു ബോയ്, ഒരു ആരോയ്. ദൂരെ അടിക്കണ്ടേ? നമുക്കത് കാരണം കുറച്ച് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഗോൾഡൻ ആപ്പിൾ എടുക്കണം. നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുക്കുന്നുള്ളു, ബാക്കിയെല്ലാം നമ്മൾ തന്നെ കണ്ടുപിടിച്ചോളാം. അവിടെ പോയിട്ട് പിന്നെ വീട് പണിയാനുള്ള വുഡും സാധനങ്ങളും ഒക്കെ. ഇതതിൻ്റെ പാർട്ട് 1 കേട്ടോ. പാർട്ട് 2 നാളെ വരാനുള്ള ചാൻസേ കാണുന്നുള്ളൂ. കാരണം നാളെ എനിക്ക് ട്യൂഷനുണ്ട്. അപ്പം നാളെ ഞാൻ ചിലപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറക്കുമായിരിക്കും. ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ സമയം കിട്ടുമ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറക്കുന്നതാണ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇറക്കത്തുള്ളൂ. അതെനിക്ക് ട്യൂഷൻ ഇപ്പോൾ എക്സാമൊക്കെ അല്ലേ. എക്സാം ഇപ്പോൾ തീരും. കുറച്ചാണ് ഞാനിവിടെ ഒമാനിലാണ് താമസിക്കുന്നത്. അപ്പം അതിൻ്റേതായ ഉണ്ട്. അതൊക്കെ വിട്. കുറച്ച് റോക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ സർവൈവലിലോട്ട് പോവുകയാണ്. നമ്മൾ ക്രിയേറ്റീവ് പോയിട്ടൊക്കെ സാധനങ്ങൾ എടുക്കുകയും ചെയ്യത്തുള്ളൂ. എനിക്കൊക്കെ വയ്യ. എനിവേ നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്താൽ മതി. നമുക്ക് ഓടിപ്പോയിട്ട് പറ്റിയില്ല. നമ്മൾ പോകേണ്ട കോഴിഞ്ഞ വരത്തില്ല. അങ്ങനെ ട്രീ ഇല്ലാത്ത സ്ഥലത്തോട്ട് പറക്കണ ഭയങ്കര പാടാണ്. ആദ്യമൊക്കെ പറക്കുമ്പോഴേ എനിക്കൊന്നും പറ്റുന്നില്ലായിരുന്നു. പിന്നെ കുറേ വർഷം ട്രൈ ചെയ്തപ്പോൾ നദാനാണ് എന്നെ പഠിപ്പിച്ചത്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. പറ്റുന്നവരൊക്കെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ. പാവം ചെറുക്കനല്ലേ, അങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്ക് ഗൈസ്. അവൻ്റെ ഇതിൻ്റെ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും പോയി ലൈക്ക് ചെയ്തു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാൻ ഉറുമ്പ് എന്ന് പഠിക്കും.
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് രാത്രി ഒന്ന് ഉറുമ്പ് അടിക്കുന്നില്ല. ഉറുമ്പ് കിടക്കുന്ന ബെഡിൽ വന്ന് ഉറുമ്പ് അടിക്കുന്നില്ല. നോക്കിക്കോ. അയ്യോ കുറഞ്ഞുറഞ്ഞു വരും. അല്ല നമ്മുടെ സണ്ണ് സൂര്യമാമനില്ല. സൂര്യമാമനെ നോക്കി പോകില്ലേ? സൂര്യമാമൻ ഇല്ലേ? സൂര്യമാമൻ പോകുന്നു. ഓടിച്ചു വന്നപ്പോഴേ തോന്നി. അയ്യോ പറ്റിയില്ല. അയ്യോ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ സ്പോണിൽ നിന്നും കുറെ ദൂരെയാ വന്നേക്കുന്നത്. സ്പോണിൽ നിന്ന് കുറെ ദൂരെ എത്തിയേക്കുക. എലിവേറ്ററൊക്കെ ഉണ്ട്. എലിവേറ്ററോട് ഹെൽത്ത് തീരാനായി. അപ്പോൾ വീണ്ടും ഒരു എലിവേറ്റർ എടുക്കേണ്ടി വരും. ബോഡി ആർമർ ഒന്നും ഒരാർമറുകളും ഞാൻ ഇട്ടിട്ടില്ല. ഇതുവരെയായിട്ട് പുത്തൻ ആർമറുകളാ ഞാൻ ഇടുന്നതാണ് ഗൈസ്. ഈ ഒരു ഡോട്ട് ബ്ലോക്ക് എവിടെ ആവശ്യം എവിടെ ആവശ്യം പറ്റില്ല. നമുക്ക് മല കയറുക. അങ്ങനെ ഒരുപാട് ഹൈറ്റിലോട്ട് കയറും. നമുക്ക് എപ്പോഴെല്ലാം ആവശ്യം വരും. ഈ ഒരു കോഡിങ്ങിൻ്റെ ഒരു ചോക സീപ്പുമാർ. നമ്മൾ ട്രൈഡൻ്റ് എടുത്തിട്ടില്ല. ട്രൈഡൻ്റ് എടുത്തിരുന്നു. ഒറ്റയ്ക്ക് ഫുഡാവുന്നില്ല. അടുത്ത് എവിടെയോ വില്ലേജ് ഉണ്ട്. കാരണം വില്ലേജറിന്റെ സോംബിനെ ഞാൻ ഇപ്പൊ കണ്ടത്. വില്ലേജർ സോംബിനെ കണ്ടത്. ഇവിടെ അടുത്ത് എവിടെയോ വില്ലേജ് ഉണ്ട്. അപ്പം എടുത്ത് വെച്ചിട്ടുണ്ട് കയ്യിൽ. പൊട്ടിക്ക്
ചാവാൻ പോകുമ്പോൾ ടോട്ടം പൊട്ടുമല്ലോ. ടോട്ടം പൊട്ടിയാൽ നമ്മൾ ചാവത്തില്ലല്ലോ. ചത്താൽ പിന്നെ ഒരുപാട് ദൂരെ നിന്ന് വരണം. പിന്നെ ഏകദേശം നൈറ്റ് ആവാനായി. നമുക്കൊരു പരിപാടിയുണ്ട്. പറ്റുമോന്നറിയത്തില്ല. ഇതിൻ്റെ സർവൈവൽ തന്നെയാണ്. നമുക്ക് കിടന്ന് ഒരുപാട് നേരം കിടക്കാനൊന്നും വയ്യ. നമുക്ക് ഡേ ആക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് കിടന്നോളുമല്ലോ. ഡേ ആയില്ലല്ലോ. നമ്മൾ ചീറ്റ് ഉപയോഗിച്ച് ഡേ ആക്കിയതാ. അതിനായിട്ട് ക്രിയേറ്റീവ് പോകണ്ടായിരുന്നല്ലോ. മറ്റേ ചീറ്റ് അടിക്കാൻ കൊണ്ട് ക്രിയേറ്റീവ് പോയാലും പറ്റത്തില്ല. ചൂടൊന്നുമില്ല. റോക്കറ്റൊക്കെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. അയ്യോ സ്റ്റാർട്ട് റോക്കറ്റ് കയറി. സ്റ്റാർട്ട് റോക്കറ്റ് നമ്മൾ സേഫായിട്ട് ലാൻഡായിട്ടുണ്ട്. അയ്യോ എലേട്രയുടെ പവർ ഇപ്പോൾ തീരും. നമ്മുടെ എലേട്ര ഇപ്പോൾ പൊട്ടും. എലേട്ര പൊട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും. ഇവിടെ അടുത്തേ കൂടെ പ്ലെയിൻ ഐലൻഡ് ഇപ്രാവശ്യം നമ്മളിപ്പോൾ കുഞ്ഞു വീടെ പണിയുന്നുള്ളൂ കേട്ടോ. കാരണം കുറച്ചും കൂടെ പ്ലെയിൻ ഐലൻഡ് കിട്ടും. നമ്മൾ അവിടെയൊക്കെ പ്ലെയിൻ ഐലൻഡ് ആയിരുന്നു. പക്ഷെ അവിടെയൊക്കെ കുറച്ച് ട്രീ ഉണ്ടായിരുന്നേ ഉള്ളൂ. ചെറിയ വീടില്ലേ പണിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വീടും പണി തങ്ങ് വെക്കാം. നമ്മൾക്ക് ഇവിടെ തന്നെ താമസിക്കാം. കാരണം എന്തായാലും ഇനിയിപ്പം വില്ലേജ് തപ്പിയിട്ടും കാര്യമില്ലല്ലോ. വില്ലേജ് കിട്ടിയിട്ടും കാര്യമില്ല. ഒരു കാര്യമില്ലല്ലോ. വില്ലേജ് കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പം നമുക്ക് ഇച്ചിരി വലിയ വീടങ്ങ് വന്നേക്കാം. ഹൈടെക്കൊക്കെയാണ്. ഹൈടെക് വീടൊക്കെ ആക്കിയേക്കാം. ഹൈടെക് സെറ്റപ്പ് ആക്കാം. നമുക്കൊരു വീട് പോലെ തട്ടിക്കൂട്ടി വെക്കാം. നമുക്കൊരു ഇതുണ്ടാക്കി വെച്ചേക്കാം. എന്തായിരുന്നു ഉണ്ടാക്കാനുള്ള ഡയമണ്ട് പിക്കാക്സ് ഒന്നും എടുത്തിട്ടില്ല.
ആക്സും പിക്കാക്സും ഒരു സാധനവും എടുത്തിട്ടില്ല. അയ്യോ ഉള്ളി സ്പേസ് അപ്പോൾ കുറയുക. നമ്മന്ന് ക്രീറ്റിലോട്ട് പോകണം. എന്നിട്ട് നമുക്ക് ആക്സ് എടുക്കണം. എല്ലാം നെതറൈറ്റ് എടുക്ക്. ഞാനങ്ങനെ നെതറൈറ്റാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത്. എലേറ്റർ ഒരു 10 എടുക്കേണ്ടി വരും. 3 എലേറ്റർ എടുത്തിട്ടുണ്ട്. നമ്മളിനി എലേറ്ററൊക്കെ വിട്ട് പറന്നടിച്ച് പോകും. നമുക്കൊരു സാധനവുമില്ല. ഒരു ഇതെടുക്ക്. അയ്യോ അതിന് ഒരു സ്ഥലമില്ല. എന്താ ചെയ്യാൻ? ആർമർ എടുത്തിട്ടാ പോലെ. ആർമർ എടുത്തിട്ടുണ്ട്. വരുന്ന ആർമറിൻ്റെ ഹെൽമെറ്റ് മാത്രം ഒന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മറ്റേ ലൈറ്റ്, ഈ ലൈറ്റായിരുന്നു തപ്പിയത്. ഈ ലൈറ്റ് കിട്ടി. അയ്യോ ലെഗിൻസ് ഇട്ടിട്ടുണ്ട്, ബോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെസ്റ്റ് എടുക്കട്ടെ. ചെസ്റ്റ് അവിടെ ചെസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അതിലോട്ട് നമുക്ക് വേണ്ടുന്ന ഈ ചെസ്റ്റിലോട്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമ്മുടെ വീടിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെക്കാൻ പോകും. നമ്മുടെ വീട് പണിയാനുള്ള സാധനങ്ങൾ, നമ്മുടെ അൽക്കുലത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണ്ടേ. നമ്മുടെ അൽക്കുലത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. ഫസ്റ്റ് ഈ മണ്ടയിലത്തെ ആഡ് കാണുമല്ലോ. നിങ്ങൾക്ക് ഇവിടെ ഒരു ആഡ് കാണാമല്ലോ. ആ ആഡിൽ അറിയാണ്ട് ടച്ച് ചെയ്തപ്പോഴും പണിയാണ്. വീട് പണിയാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം. നമുക്ക് നല്ല സെറ്റപ്പ് വീടങ്ങ് പണിതേക്കാം. ഡോറൊക്കെ എടുത്തേക്കാം. ഗ്ലാസ് ഉണ്ടാക്കാനും കൊണ്ട് എന്തായാലും ഗ്ലാസ് എൻ്റെ ഒരു കസിനുമായിട്ട് ഞാൻ കളിക്കും. വെക്കേഷൻ ആവുമല്ലേ, നമുക്കിപ്പം വരിക. അപ്പം ഞാനും എൻ്റെ കസിനും കൂടെ കളിക്കും. മൈൻക്രാഫ്റ്റിൽ മൾട്ടിപ്ലെയർ കളിക്കേണ്ട വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് മൈൻക്രാഫ്റ്റ് വിത്ത് കസിൻ എന്നും പറഞ്ഞൊന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടാൽ മതി. പ്ലേ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ കസിനും കൂടെ ചെയ്യും, കളിക്കുന്നതാണ് ഈ സെർവറിൽ. അലിക്കുലിച്ച് കൂടെ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, സർവൈവൽ. ഓക്കെ, കുലുത്ത് സാധനങ്ങളൊക്കെ ഇടുക. എന്ത് ചെയ്യുക, അലിക്കുലുത്ത് സാധനങ്ങളിൽ ഇടുന്ന ആക്സിൻ്റെ അകത്തിൽ എടുത്ത് വെച്ചാൽ ഓക്കെ. നമുക്കിപ്പോൾ വീട് എനിക്കൊരു മൂടില്ല. നമുക്ക് നാളെ പറ്റുമോ നോക്കട്ടെ. നാളെ പറ്റുമെങ്കിൽ നാളെ വീഡിയോ ആയിട്ട് ഇടാം. ഇതിൻ്റെ കമ്മിങ് സൂൺ പാർട്ട് 2 ഈസ് കമ്മിങ് സൂൺ.
ഓക്കെ, അപ്പോൾ പാർട്ട് 2-ലാണ് നമ്മൾ ബാക്കി വീട് പണിയുന്നുള്ള. ഈ സെർവറിൽ നിങ്ങളുടെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാണ്ട് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാനോ ഒന്നിനും പോകത്തില്ല. അപ്പം ഈ സെർവറിൽ ഞാൻ പിന്നെ കാണിക്കാം. നാളെ സാറ്റർഡേ പറ്റുമോ എന്ന് നോക്കട്ടെ. പറ്റുമെങ്കിൽ വീഡിയോ ഇടാം. അപ്പോൾ ബൈ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ കൊടുത്തേക്കാം. നാദാൻ്റെ യൂട്യൂബ് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം.